ये सवाल इनसे पूछना चाहता हूं। കേരളത്തിലേക്കുള്ള യാത്രക്കിടെ കാണാതായ മലയാളി സൈനികനെ കണ്ടെത്തി. ബംഗളൂരുവിൽ നിന്നാണ് സൈനികനായ വിഷ്ണുവിനെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. എസ് അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ്, വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇപ്പോൾ വിഷ്ണുവിനെ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? അശ്വതി, കഴിഞ്ഞ 17 മുതലാണ് വിഷ്ണുവിനെ കാണാതായത്. പൂനെയിലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും നാട്ടിലേക്ക് വരുന്നതിനിടെയാണ് വിഷ്ണുവിനെ കാണാതാവുകയും ചെയ്ത്. ഇതിനിടയിൽ കണ്ണൂരിലെത്തി എന്ന് ചൂണ്ടിക്കാട്ടി അമ്മയ്ക്ക് വിഷ്ണു ഫോൺ ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കാണാതാവുകയും ചെയ്തതുകൊണ്ട് വലിയ ആശങ്ക ഉയർന്നിരുന്നു. വിഷ്ണുവിന്റെ കുടുംബം പോലീസിൽ പരാതി നൽകി. പോലീസ് വളരെ ഗൗരവതരമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തി വരികയായിരുന്നു. പൂനെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കം പോയി ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അവിടെ നിന്നും 20 ദിവസത്തെ അവധി എടുത്ത് നാട്ടിലേക്ക് പോവുകയാണ് ചെയ്തതെന്നും പറയുന്നു. ക്യാമ്പിൽ മറ്റ് സൈനിക അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് മൊഴി നൽകുകയും ചെയ്തു. ഇതിനുശേഷമാണ് അന്വേഷണം വളരെ ഊർജിതമാക്കിയത്. വിഷ്ണുവിന്റെ ചില സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ച് മറ്റുമൊക്കെ അന്വേഷണം നടത്തി. ഇത്തരത്തിൽ സൈബർ സെല്ലിന്റെ അടക്കം സഹായത്തോടുകൂടി നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതിനുശേഷം പോലീസ് ബംഗളൂരുവിൽ എത്തുകയും വിഷ്ണുവിനെ കണ്ടെത്തുകയുമായിരുന്നു. പൂനെയിൽ നിന്നും പുറപ്പെട്ട ശേഷം ATM-ൽ നിന്നും 15,000 രൂപ പിൻവലിച്ച അടക്കം പോലീസ് നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മൂലമാണ് ഇത്തരത്തിൽ ബംഗളൂരുവിലേക്ക് പോയത് അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് മാറി നിന്നത് എന്ന ഒരു വിവരമാണ് നൽകുന്നത്. വലിയ സാമ്പത്തിക പ്രയാസം താൻ അനുഭവപ്പെട്ടിരുന്നുവെന്നും പറയുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എലത്തൂർ പോലീസ് ബംഗളൂരുവിലേക്ക് പോയി അദ്ദേഹത്തെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനുള്ളിൽ എലത്തൂരിൽ എത്തിക്കും. പിന്നീട് കോടതിയിൽ ഹാജരാക്കിയ ശേഷം ബന്ധുക്കൾക്ക് കൈമാറും അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അദ്ദേഹത്തെ നൽകും എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നത്. അശ്വതി, ശരി, കാണാതായ സൈനികൻ വിഷ്ണുവിനെ ബംഗളൂരുവിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. എസ് അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.